ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വിക്ടസ് ചാനലിൽ ഫസ്റ്റ് ഇയറിൻ്റെ റിവിഷൻ ക്ലാസ് കണ്ടു കാണണം. ആ ക്ലാസ്സിൽ അവിടെ ഓരോ ചാപ്റ്റർ വൈസ് അതിൻ്റെ ഫോക്കസ് ഏരിയയായി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലമാണ് അവർ സോൾവ് ചെയ്ത് കാണിച്ചത്. ഇവിടെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതേ ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ട് ഓരോ ചാപ്റ്റർ വൈസായി നമുക്ക് അഡീഷണൽ പ്രോബ്ലം എടുത്ത് സോൾവ് ചെയ്യുന്ന നമുക്കിവിടെ ക്ലാസ് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മളിവിടെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ആ ഫോക്കസ് ഏരിയ എടുത്തുകൊണ്ട് ഓരോ പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫോക്കസ് ഏരിയ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതൊന്ന് നിങ്ങളുടെ മാത്സ് നോട്ട് ബുക്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ആ ഫോക്കസ് പോയിന്റ്സ് എഴുതി കാണണം. അത് നമുക്ക് ആദ്യത്തെ ഫോക്കസ് പോയിന്റ്സ് സെറ്റ്സിൽ നിന്ന് തന്നെ ആദ്യത്തെ പാഠത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഫോക്കസ് പോയിന്റ് സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻ. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 4 ക്വസ്റ്റ്യൻ നമ്പർ 3 എക്സസൈസ് 1.1 ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈക്വൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ integer and -3 less than x less than 7. ഇത് റോസ്റ്റർ ഫോം ആക്കി മാറ്റണം. അതായത് നമുക്കറിയാം സെറ്റിൽ 2 ഫോം ഉണ്ട്. ഒന്ന് റോസ്റ്റർ ഫോമും ഇനൊന്ന് സെറ്റ് ബിൽഡർ ഫോമും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡറിലാണ്. അപ്പൊ ഇതിനെ റോസ്റ്റർ ആക്കി മാറ്റണം. ക്വസ്റ്റ്യൻ വായിക്കുക. എക്സ് ഇൻഡിജർ ആയിരിക്കണം. ഇൻഡിജർ എന്താണെന്ന് നമുക്കറിയാം. ആ ഇൻഡിജർ -3ക്കും 7നും ഇടയിലായിരിക്കണം. അപ്പോൾ -3ക്കും 7നും ഇടയ്ക്കുള്ള ഇൻഡിജർ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. -3ക്കും 7നും ഇടയ്ക്കുള്ള ഇൻഡിജർ ഒന്ന് പറഞ്ഞേ. -3 കഴിഞ്ഞാൽ എന്ത് വരും? -2 -1 0 1 2 3 4 5 6 7 വരത്തില്ല. കാരണം ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഈക്വൽ ടു എന്ന 7 കൂടെ ഉൾപ്പെടുത്താം. അപ്പൊ ഇതാണ് നമുക്ക് സെറ്റ് ബിൽഡറിൽ തന്ന് റോസ്റ്റർ ഫോമിലേക്ക് എത്തേണ്ട ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ. ഇതാണ്. എ ഈക്വൽ 3 6 9 12. ഇത് റോസ്റ്റർ ഫോം. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ആക്കി മാറ്റണം. നമ്പർ ഒന്ന് നോക്കിയേ. 3 6 9 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ റോസ്റ്റർ ആക്കി എങ്ങനെ മാറ്റാം? ഇത് റോസ്റ്റർ ആണ്. ഇതിനെ സെറ്റ് ബിൽഡർ ആക്കി മാറ്റണം. ഇത് റോസ്റ്റർ, ഇതിനെ സെറ്റ് ബിൽഡർ ആക്കണം. എങ്ങനെ എഴുതാം? എക്സ് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയ സെറ്റ് ബിൽഡർ തന്ന പോലെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാമെന്ന് നോക്കിയ 3n. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഈ n എന്ന് പറയുന്നത് ഇന്റീജർ ആക്കി മാറ്റാം. n എങ്ങനെ എഴുതാം? n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അതെങ്ങനെയായിരിക്കാം? ആ നാച്ചുറൽ നമ്പർ എങ്ങനെയായിരിക്കാം? 1 ലെസ് ദാൻ ആർ ഈക്വൽ ടു n ലെസ് ദാൻ ആർ ഈക്വൽ ടു എന്ത് പറയാം? 4 എന്ന് എഴുതാം. അതായത് 1നും 4നും ഇടയ്ക്കുള്ള 1ഉം 4ഉം ഇതിൽപ്പെടും. ഈക്വൽ ടു. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് 1 കൊടുക്കുവാണെങ്കിൽ 3 × 1 3 വരും. അടുത്ത n-ന് 2 കൊടുത്താൽ 3 × 2 6. n-ന് 3 കൊടുത്താൽ 3 × 3. n-ന് 4 കൊടുത്താൽ 12. 4 വരെ വരത്തും. അപ്പൊ ഈ റോസ്റ്റർ ഫോമിന്റെ സെറ്റ് ബിൽഡർ ആണ്. ഇതാണ് ആൻസർ. 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്ന് സെറ്റ് ബിൽഡറിൽ തന്ന് റോസ്റ്റർ, അല്ലെങ്കിൽ റോസ്റ്റർ തന്ന് സെറ്റ് ബിൽഡർ. അപ്പൊ രണ്ടിനുള്ള പ്രത്യേകത മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉണ്ടാകും. കാരണം ഫോക്കസ് ഏരിയയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫോക്കസ് പോയിന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് ചെയ്യാം. രണ്ടാമത്തെ ഫോക്കസ് പോയിന്റ് സബ്സെറ്റ്സ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 6.
പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ 6. റൈറ്റേഴ്സ് ഇന്റർവൽ. ഇന്റർവൽ നമുക്ക് എഴുതാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. x such that x belongs to R. What is R? R is the real number. -4 less than x less than or equal to 6. പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ 6 ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇന്റർവൽ ആക്കി മാറ്റണം. ഇന്റർവൽ നമുക്കറിയാം ക്ലോസ്ഡ്, ഓപ്പൺ, രണ്ടു തരം ഇന്റർവൽ. ക്ലോസ്ഡ് ഇന്റർവൽ നമുക്ക് ഈ അടയാളത്തിലും, ഓപ്പൺ ഇന്റർവൽ ഇങ്ങനെയാണ് സിമ്പിൾ ബ്രാക്കറ്റിലും, ക്ലോസ്ഡ് ഇന്റർവൽ സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ക്ലോസ്ഡ് എന്ന് വരുമ്പോൾ ഈക്വലിനും കൂടെ ചേർന്ന് വരും. ഈക്വൽ അല്ലാതെ വരുവാണെങ്കിൽ അതിന് ഓപ്പൺ ഇന്റർവൽ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി. എക്സ് ബിലോങ്സ് ടു, എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ. എക്സ് റിയൽ നമ്പർ ആയിരിക്കണം. -4നും 6നും ഇടയ്ക്ക്. ആ -4ന് മുകളിലായിരിക്കണം. ലെസ് ദാൻ ആണ്, ഈക്വൽ ഇല്ല. അപ്പൊ -4 വരാൻ പാടില്ല. അപ്പൊ നമുക്ക് -4 ലെസ് ദാൻ വന്ന ഈ ബ്രാക്കറ്റ് അല്ലേ, ഓപ്പൺ ബ്രാക്കറ്റ്, -4, 6 വരെ വരും. 6ഉം പെടും കാരണം ഈക്വൽ. അപ്പൊ 6 ഇട്ട് അവിടെ എന്തിടണം, 6ഉം കൂടെ വരുന്നതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഇന്റർവൽ ഫോം. അപ്പൊ ഇത് നമുക്ക് സബ്സെറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നേരെ ഞാൻ തിരിച്ചു ഒരു ക്വസ്റ്റ്യൻ പറയാം. ഒരു ഇന്റർവൽ തന്ന് അതിന്റെ സെറ്റ് ബിൽഡർ, ഈ സെറ്റ് ബിൽഡർ തന്നെ ഇന്റർവൽ. നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ പറയാം. അതും ക്വസ്റ്റ്യൻ നമ്പർ 6 പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലോസ്ഡ് 6 ഓപ്പൺ 2. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതണം. എങ്ങനെ എഴുതാം ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം? ഇത് എല്ലാത്തിനും കോമൺ ആയിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, 6 വരാം. കാരണം ബ്രാക്കറ്റ് നോക്കിയേ ക്ലോസ്ഡ് ബ്രാക്കറ്റാ. അപ്പോ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. 12 വരാവോ? വരാൻ പാടില്ല. കാരണം 12ന്റെ തൊട്ട് പുറകിൽ കാണുന്ന, അല്ലെങ്കിൽ 12നോട് ചേർന്ന് കാണുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ 12 സെറ്റിന്റെ. ഇതാണ് ഈ ക്ലോസ്ഡ് 6 ഓപ്പൺ 12ന്റെ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഒരു സെറ്റ് ബിൽഡർ തന്ന് ഇന്റർവൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്റർവൽ തന്ന് സെറ്റ് ബിൽഡർ. ഇനി ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്, അടുത്ത ഫോക്കസ് പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്. ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ് അത് പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 6. നമുക്ക് ഓപ്പറേഷൻ, സാധാരണ സെറ്റിലുള്ള ഓപ്പറേഷൻസ് നമുക്കറിയാം. എന്തൊക്കെ ഓപ്പറേഷൻ ആണ് സെറ്റിലുള്ള ഓപ്പറേഷൻ? ഇന്റർസെക്ഷൻ ഒന്ന്, പിന്നെ യൂണിയൻ. 2 തരം ഓപ്പറേഷൻ ആണ് സാധാരണ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 പേജ് നമ്പർ 18 ശ്രദ്ധിച്ചോണം. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതാണ്. എ = 3, 5, 7, 9, 11. ബി = 7, 9, 11, 13 അല്ലേ? അതുപോലെ സി = എന്തോരും 11, 13, 15. ആൻഡ് ഡി = 15, 17. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ. എക്കും ബിക്കും കോമൺ എന്ന് പറഞ്ഞ എല്ലാവരും. എക്കും ബിക്കും കോമൺ ഏതൊക്കെയാ? 7 ഉണ്ട്, പിന്നെ 9 ഉണ്ട്, 11 ഉണ്ട്. അപ്പൊ ആൻസർ 7. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇതൊക്കെ നമുക്ക് 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ ബി ഇന്റർസെക്ഷൻ സി. ബിക്കും സിക്കും ഉള്ള ഇന്റർസെക്ഷൻ, ബിക്കും സിക്കും ഉള്ള കോമൺ എന്ന് പറഞ്ഞ എല്ലാവരും. ബി സി കോമൺ ഏതൊക്കെയാ? 11 ഉണ്ട്, പിന്നെ 13. 11, 13. അപ്പൊ അതിന് 1 മാർക്ക്. ഇങ്ങനത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ. എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, ബി യൂണിയൻ സി. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ബ്രാക്കറ്റ് ഉള്ളത് നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ബി യൂണിയൻ സി പ്രത്യേകം കണ്ടുപിടിച്ച് അത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാം. ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാന്ന് പറയാം അത് തമ്മിലുള്ള കോമൺ എലിമെന്റ്സ്. അപ്പൊ നമുക്ക് ബി യൂണിയൻ സി ഇവിടെ പ്രത്യേകം കണ്ടുപിടിക്കാം. ബി യൂണിയൻ സി. യൂണിയൻ സി എന്ന് പറയുന്നത് 2 യൂണിയൻ ആക്കണം, 1 ആക്കണം.
ഒന്നാമതോടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റിപ്പിറ്റേഷൻ വരാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കിയ ബിയും സിയും യൂണിയൻ ചെയ്ത് 7, 9, 11, 13 പിന്നെ 15 ബിയും സിയും. അപ്പൊ നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം. എ ഇന്റർസെക്ഷൻ ബി ഇത്, ബി യൂണിയൻ സി ഇത്, രണ്ടേ എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ. അപ്പൊ രണ്ടിന്റെയും കോമൺ എന്ന് പറഞ്ഞ രണ്ടിന്റെയും കോമൺ ഏതൊക്കെയാ? 7, 9, 11 ഈ എലിമെന്റ് തന്നെ. അപ്പൊ ഇതിന് 1 മാർക്ക്. ഇനി ഒരു ഓപ്പറേഷൻ കൂടെ നമുക്ക് ഇന്റർസെക്ഷൻ യൂണിയൻ പോലെ തന്നെ അടുത്ത ഒരു ഓപ്പറേഷൻ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ മൈനസ് ബി. എ മൈനസ് ബി, എന്ന് ബി കുറയ്ക്കണം. എന്ന് ബി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എയിലും ബിയിലും ഉള്ള കോമൺ എലിമെന്റ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആ കോമൺ എലിമെന്റ് എന്ന് ഒഴിവാക്കുക, ബാക്കി എയിലുള്ള എലിമെന്റ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. എ മൈനസ് ബി എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എക്കും ബിക്കുള്ള കോമൺ എലിമെന്റ്. കോമൺ നോക്കി 7, 9. അത് ഒഴിവാക്കിയിട്ട് ബാക്കി എയിലുള്ള എലിമെന്റ്, ബാക്കി ഈ എലിമെന്റ് നമ്മൾ അതിൽ ചേർക്കാൻ പാടില്ല. അപ്പൊ എ മൈനസ് ബി നോക്കി എക്കും ബിക്കും കോമൺ 7, 9. അത് എന്ന് ഒഴിവാക്കണം. എന്ന് ഒഴിവാക്കിയ ബാക്കി എന്തൊക്കെയാണ്? 3, 5, 11. അപ്പൊ ഇതിന് 1 മാർക്ക്. അപ്പൊ ഇങ്ങനെ യൂണിയൻ ഇന്റർസെക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ 7, 9, 11 ഉണ്ട്. അപ്പൊ അത് 3 ഒഴിവാക്കിയ ഇവിടെ 3, 5 എ മൈനസ് ബി വരെ. ശ്രദ്ധിക്കുക, എ മൈനസ് ബി 7, 9, 11 3 എലിമെന്റ് കോമൺ ആയിട്ടുണ്ട്. അത് ഒഴിവാക്കിയ ബാക്കി എയിൽ 3, 5 ഉണ്ട്. ഇതാണ് എ മൈനസ് ബി. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബി മൈനസ് എ വേണമെങ്കിൽ ഒന്ന് പറയാമല്ലോ. ബി മൈനസ് എ എന്ന് പറഞ്ഞ് ബിക്കും എക്കും കോമൺ എലിമെന്റ് നമുക്കറിയാം 7, 9. അത് ഒഴിവാക്കിയ ബാക്കി ബിയിലുള്ള എലിമെന്റ് എന്താണ്? 13. അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ നിങ്ങൾ സി മൈനസ് ഡി കണ്ടുപിടിക്കുക, ഡി മൈനസ് സി ഒക്കെ കണ്ടുപിടിച്ച അതിന്റെ ആൻസറിലേക്ക് വരാം. ഇതിനൊക്കെ ഓരോ മാർക്ക് ഉള്ളതാണ്. ഏതിലാണ്? ഇന്റർസെക്ഷൻ. ഏത് ഫോക്കസ് ഏരിയയിലാണ്? നമ്മുടെ ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ്. ഇനി നമുക്ക് 4ാമത്തെ ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്നാണ്. കോംപ്ലിമെന്റ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കോംപ്ലിമെന്റ്? കോംപ്ലിമെന്റ് അടയാളപ്പെടുത്തുന്നത് എയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡാഷ് എന്ന് പറയാം. ഇതാണ് 2 രീതിയിൽ കോംപ്ലിമെന്റിനെ അടയാളപ്പെടുത്തുന്നത്. സാധാരണ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു പോവാം. ഇപ്പൊ നമുക്കിവിടെ പേജ് നമ്പർ 20, ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാകും. യൂണിവേഴ്സൽ സെറ്റ് എന്താ? 1 to 9 വരെ. അതുപോലെ എ സെറ്റ് എ ഈക്വൽ എന്ത് വരും? 2, 4, 6, 8. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ബി ഈക്വൽ ടു ക്വസ്റ്റ്യൻ പറയുന്നത് 2, 3, 5, 7. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെരിഫൈ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ ഇത് തെളിയിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ തെളിയിക്കാം? എ യൂണിയൻ ബി ആദ്യം കണ്ടുപിടിക്കണം. അത് നമ്മൾ ഓൾറെഡി എ യൂണിയൻ ബി പരിചയപ്പെട്ടതാണ് അല്ലെങ്കിൽ ചെയ്താണ്. എ ബി യൂണിയൻ ചെയ്ത് 2, 3 2 യൂണിയൻ ചെയ്ത് 2, 3, 4, 5, 6, 7, 8 2, 3 പിന്നെ 4 പിന്നെ 5, 6, 7, 8. ഇതാണ് എ യൂണിയൻ ബി. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് ഇവിടെയാണ് വരേണ്ടത്. എന്താണ് കോംപ്ലിമെന്റ്? എ യൂണിയൻ ബി യൂണിവേഴ്സൽ നോക്കുക. ആ യൂണിവേഴ്സലിൽ നിന്ന് എ യൂണിയൻ ബി മാറ്റി നിർത്തുക, ബാക്കിയുള്ള എലിമെന്റ്. അപ്പൊ 2 പോയ ബാക്കി ഇത്രയും എലിമെന്റ് പോയ യൂണിവേഴ്സൽ എന്തൊക്കെ വരും? 1 വരും. 2, 3, 4, 5, 6, 7, 8 പിന്നെ 9 വരും. ഇതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇതാണ് ലെഫ്റ്റ് സൈഡ് LHS. ഇനി RHS കണ്ടുപിടിക്കണം. RHS കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സലിൽ നിന്ന് എയുടെ എലിമെന്റ്സ് ഒഴിവാക്കി ബാക്കിയുള്ള എലിമെന്റ്സ് ഏതൊക്കെയാ? 2, 4, 6, 8 ഒഴിവാക്കി എന്തൊക്കെ വരും? 1, 3 അല്ല 5 പിന്നെ 7 പിന്നെ 9. ഇതാണ് എ കോംപ്ലിമെന്റ്. അതുപോലെ ബി കോംപ്ലിമെന്റ് പറഞ്ഞു 1, 2, 3 ഉണ്ട്. 4, 5 ഉണ്ട്. 6, 7, 8. ഇനി ഇത് തമ്മിൽ
ഇന്റർസെക്ഷൻ ചെയ്യണം. രണ്ടിനും കോമൺ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിനും പൊതുവായിട്ട് ഏതൊക്കെയാ? ഒന്നുണ്ട്, പിന്നെ എന്തുണ്ട്? ഇവിടെ എവിടെയാ തെറ്റിപ്പോയത്? എ കോംപ്ലിമെന്റ് 1 2, ബി കോംപ്ലിമെന്റ് ബിന്ന് ഒഴിവാക്കി ഇവിടെ 9 കൂടെ വരുമല്ലോ, 8 9 കൂടെ വരും, കാരണം ബി കോംപ്ലിമെന്റ്. അപ്പോൾ ഈ രണ്ടിനും കോമൺ ഏതൊക്കെയാ? 1 ഉണ്ട്, പിന്നെ 9 ഉണ്ട്. ഇതെന്തുവാ? ഈക്വൽ RHS. അപ്പോൾ LHS ഈക്വൽ RHS. അപ്പോൾ ഇതെന്തുവാ? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതുപോലെ ഇതിന് യൂണിയൻ, ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷൻ, ഇവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് തെളിയിക്കാം. എ കോംപ്ലിമെന്റ്, ഇവിടെ ഇന്റർസെക്ഷൻ ആണ്, ഇവിടെ യൂണിയൻ വരും. അപ്പൊ ഇതൊരു ലോ ആയിട്ട് നമുക്ക് അവിടെ തിയറിയിൽ പഠിച്ചായിരുന്നു, ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ? അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരാം ഇത് തെളിയിക്കാനായിട്ട്. ഇതിനൊക്കെ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. അടുത്ത ഫോക്കസ് പോയിന്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം ഓൺ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതിന് എല്ലാ വർഷവും ഒരു 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാം. നമുക്ക് 3, 4, 6 ഇങ്ങനെയാണ് മാർക്ക്, അറിയാമല്ലോ. അപ്പോൾ ഇവിടെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നത് പേജ് നമ്പർ 24, ക്വസ്റ്റ്യൻ 3. അപ്പൊ ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് അതിന്റെ ഫോർമുല ഒന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാം. എന്താണ് ഫോർമുല? പ്രാക്ടിക്കൽ പ്രോബ്ലം n ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു n എന്ന് പറയും നമ്പർ ഓഫ് ഈക്വൽ എന്തോ n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന്റെ ഫോർമുല. ഇപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 24, ക്വസ്റ്റ്യൻ 3. In a group of 400 people, 250 can speak Hindi, 200 can speak English. How many people can speak both Hindi and English? That's the question. അപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ഡയഗ്രാം, വെൻ ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? ഹിന്ദി, ഇത് ഹിന്ദി സംസാരിക്കുന്നവർ, ഇത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് 2 കൂട്ടരാണ്. അപ്പോൾ അവിടെ ഹിന്ദി സംസാരിക്കുന്നവർ ആ ക്വസ്റ്റ്യൻ n ഓഫ് h ഈക്വൽ ടു 250 പേര് ഹിന്ദി സംസാരിക്കുന്നുണ്ട്. n ഓഫ് e ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ 200. മൊത്തം നമ്മൾ 400 പേരാണ്, 400 പീപ്പിൾ ആണ്. അപ്പം മൊത്തത്തിൽ 400 ആണ്. ഈ 400-ൽ കുറച്ച് കൂട്ടർ ഹിന്ദി, കുറച്ച് കൂട്ടർ ഇംഗ്ലീഷ്. ചോദ്യം ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അത് 2 സംസാരിക്കുന്നവരുണ്ട്. കാരണം മൊത്തം 400 ഉള്ളൂ. ഇത് 2 കൂട്ടി നോക്കിയാൽ 450 ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ അറിയാം ഹിന്ദി ഇംഗ്ലീഷും സംസാരിക്കുന്നവർ കുറച്ച് പേര് അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇതാണ് ഫോർമുല. n ഓഫ് എ ബിക്ക് പകരം h യൂണിയൻ ഇ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ n ഓഫ് h യൂണിയൻ ഇ ഈക്വൽ ടു ഫോർമുല എങ്ങനെ മാറും? n ഓഫ് ഇവിടെ എ ആണെങ്കിൽ ഇവിടെ n ഓഫ് h മൈനസ് n ഓഫ് ഇ മൈനസ് n ഓഫ് h ഇന്റർസെക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മൊത്തം എത്ര പേര്? അതാണ് h യൂണിയൻ ഇ. ഹിന്ദിയും ഇംഗ്ലീഷും മൊത്തത്തിലുള്ളത് 400. h ഹിന്ദി മാത്രം സംസാരിക്കുന്നവർ 250, ഇംഗ്ലീഷിന് 200 മൈനസ് ഇതാണ് ചോദ്യം. എന്താണ്? n ഓഫ്, കാരണം 2 സംസാരിക്കുന്നവർ. അപ്പൊ ഇത് 2 ആഡ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന മൈനസ് ഇപ്പുറത്ത് കൊണ്ടുവന്ന പ്ലസ് ആവും. ഇത് 2 ആഡ് ചെയ്താൽ ഇത് അപ്പുറത്ത് പോയാൽ 400. അപ്പൊ ഇപ്പോഴത്തെ ആൻസർ എന്ത് വരും? 50 ആണ്. ഹിന്ദിയും ഇംഗ്ലീഷും 2 സംസാരിക്കുന്നവർ. ഇതിന് നമുക്ക് സാധാരണ 3 മാർക്ക്, ഈ പടത്തിനൊക്കെ മാർക്കുള്ളതാണ്. അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷും സംസാരിക്കുന്നവർ ഇതെൻ്റെ ഇവിടെയാണ്. ഇതാണ് 50 പേര്. ഇതൊക്കെയാണ് ഈ ആ എക്സസൈസ്. ബാക്കിയുള്ള പ്രോബ്ലം എല്ലാം നിങ്ങൾക്കൊന്ന് ഇതേ ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്തു പോകാം. അത് സംശയമുള്ളവർ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് തന്നാൽ മതി. കൂടുതൽ അഡീഷണൽ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെറ്റിൽ നിന്ന് തന്നെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെ ആ ഫോക്കസ് ഏരിയയുടെ പറഞ്ഞ ഫോക്കസ് ഏരിയ, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയയിൽ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ
അതിൽ നിന്നുള്ള പ്രോബ്ലമാണ് അഡീഷണലായിട്ട് വിക്ടേഴ്സ് ചാനലിൽ ചെയ്തതിൻ്റെ ഉപരി അഡീഷണലായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്.